ഓസ്ട്രേലിയൻ നഗരമായ സിഡ്നിയിലെ ബോണ്ടേ ബീച്ചിൽ ജൂതവിഭാഗങ്ങളുടെ ഹനൂക്ക ആഘോഷങ്ങൾ നടക്കുന്നതിനിടെ വെടിവെപ്പ്. പെഹൽഗാം രീതിയിൽ നടന്ന ആക്രമണത്തിൽ 11 പേർ കൊല്ലപ്പെട്ടു, 29 പേർക്ക് പരിക്കേറ്റു. അക്രമികൾ ഒരാളെ തിരിച്ചറിഞ്ഞു. ആക്രമണവും ഓസ്ട്രേലിയക്കാരായ യഹൂദന്മാർക്കും ഓസ്ട്രേലിയൻ പൗരന്മാർക്കും നേരെയെന്ന് പ്രധാനമന്ത്രി ആന്റണി അൽബനീസ് പറഞ്ഞു. The National Security Committee was convened as a matter of urgency, and we have just come from it. This afternoon, there has been a devastating terrorist incident at Bondi at the Hanukkah by the Sea celebration. This is a targeted attack on Jewish Australians on the first day of Hanukkah, which should be a day of joy, a celebration of faith. An act of evil anti-Semitism, terrorism that has struck the heart of our nation. An attack on Jewish Australians is an attack on every Australian, and every Australian tonight will be, like me, devastated on this attack on our way of life. വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, പഹൽഗാം രീതിയിൽ മതത്തിന്റെ പേരിലുള്ള ഒരു ആക്രമണം, വംശീയ അതിക്രമം തന്നെയാണ് ഉണ്ടായതല്ലേ? തീർച്ചയായും സുരേഷ്, ഒരു വംശീയ അതിക്രമം തന്നെയാണ് ഉണ്ടായത് എന്ന കാര്യത്തിൽ തർക്കമില്ല. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ 1000-ഓളം യഹൂദർ തടിച്ചുകൂടിയ ഈ ബോണ്ടി ബീച്ചിലെ ആഘോഷവേളയിലാണ് ഈ ആക്രമണം ഉണ്ടായത്. കൃത്യമായും ആക്രമണത്തിൽ 11 പേർ കൊല്ലപ്പെട്ടു എന്ന വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ ആന്റണി അൽബനീസ് അത് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, അത് ഓരോ ഓസ്ട്രേലിയക്കാരന് നേരെ നടന്ന ആക്രമണമാണ്. അത് യഹൂദന്മാർക്ക് നേരെ മാത്രം നടന്ന ആക്രമണമല്ല. ഇതിനെല്ലാം കൃത്യമായ മറുപടി നൽകേണ്ടി വരുമെന്ന് കൃത്യമായി തന്നെ ആന്റണി അൽബനീസ് പറയുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയും പുറത്തു വന്നിട്ടുണ്ട്. ഏറ്റവും സുപ്രധാനമായൊരു ഘടകം, നാളെ വാർത്തകളിൽ അതീവ ഗൗരവമായി ചർച്ച ചെയ്യപ്പെട്ടേക്കാവുന്നൊരു ഘടകം കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ കൊല്ലപ്പെട്ട 11 പേരിൽ ഒരാൾ ഒരു യഹൂദ റബ്ബിയായിരുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. എലി ഷ്ടാഗ്ലർ എന്ന് പറയുന്ന ബ്രിട്ടനിൽ ജനിച്ച യഹൂദ റബ്ബി, അതായത് അവരുടെ മുതിർന്ന പുരോഹിതൻ, വലിയ ശ്രേഷ്ഠനായ ഒരു പുരോഹിത പദവി വഹിക്കുന്ന ആ പദവിയാണ് റബ്ബി എന്ന് പറയുന്നത്. യഹൂദരുടെ ശ്രേഷ്ഠ പുരോഹിത പദവിയാണ് റബ്ബി. ഈ തരത്തിൽ അവിടെ ഈ ആഘോഷത്തിന് എത്തിച്ചേർന്ന റബ്ബി ഉൾപ്പെടെ കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതീവ ഗൗരവമുള്ളൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുന്നു എന്നതാണ് ഈ റിപ്പോർട്ടിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 11 പേരാണ് കൊല്ലപ്പെട്ടത്. 30ഓളം പേർ ഇപ്പോൾ ആശുപത്രിയിലുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഈ പുറത്തു വരുന്ന റിപ്പോർട്ടുകളിൽ നിന്നും ഗൗരവമായ മറ്റൊരു വിഷയം കൂടി നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്, ഇതിൽ ഒരാൾ കൊല്ലപ്പെടുകയും മറ്റൊരാൾ ഗുരുതരമായ പരിക്കോടെ ആശുപത്രിയിൽ കഴിയുകയും ചെയ്യുന്നുണ്ട്. അതായത് 2 ആക്രമികൾക്കും നേരെ കൃത്യമായ പ്രതിരോധം അല്ലെങ്കിൽ പോലീസിൻ്റെ നടപടി ഉണ്ടായിട്ടുണ്ട്, സൈനിക തിരിച്ചടി തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. തീർച്ചയായും അതീവ ഗൗരവമേറിയൊരു സാഹചര്യം എന്ന് പറയുന്നത് ഈ റബ്ബിയുടെ മരണം സംബന്ധിച്ചൊരു വിഷയമാണ്. മാത്രമല്ല, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ കൊല്ലപ്പെട്ട ആക്രമിയുടെ കാറിൽ നിന്ന് IED കണ്ടെത്തി, അതായത് ഇംപ്രൂവൈസ്ഡ് എക്സ്പ്ലോസീവ് ഡിവൈസസ് എന്ന് പറയുന്ന ഈ ആധുനിക അല്ലെങ്കിൽ കുറേ കൂടി സാങ്കേതികമായി തികവുള്ള റിമോട്ട് കൺട്രോളൊക്കെ ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കാവുന്ന എക്സ്പ്ലോസീവ് ഡിവൈസസ് IED കണ്ടെത്തിയെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇത്തരത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ മതം ചോദിച്ച് പഹൽഗാമിൽ ആക്രമണം നടത്തിയതിന് സമാനമായി ഒരു പ്രത്യേക മതത്തിലുള്ളവർ തടിച്ചുകൂടിയ ഏതാണ്ട് ഒരു 1000-ഓളം പേർ എത്തിപ്പെട്ട ആ ആഘോഷവേളയിൽ, യഹൂദർ എത്തിപ്പെട്ട ആഘോഷവേളയിലേക്ക്, ഹനൂക്ക ആഘോഷവേളയിലേക്ക് ഇടിച്ചു കയറി 11 പേരെ കൊലപ്പെടുത്തി എന്നതാണ് ഗൗരവമേറിയൊരു വിഷയം. അതുപോലെ തന്നെ ആ മേഖലയിൽ തന്നെ ഈ കാറ് IED ഉപയോഗിച്ച് പൊട്ടിത്തെറിപ്പിക്കാനുള്ള നീക്കവും കൂടി ഉണ്ടായിരുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഇത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങളൊന്നും തന്നെ ഇതുവരെ മറ്റു വിശദാംശങ്ങളൊന്നും തന്നെ ലഭ്യമായിട്ടില്ല. എങ്കിലും ഒരു ആക്രമിയെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആ ആക്രമിയെ തിരിച്ചറിഞ്ഞ ആക്രമിയുടെ പേര് നേരത്തെ പുറത്തുവിടുകയും ചെയ്തിരുന്നു. ആ ആക്രമിക്ക് ഓസ്ട്രേലിയൻ ലൈസൻസ് ഉണ്ട്. ആ ഓസ്ട്രേലിയൻ ലൈസൻസിലെ പേര് വെച്ചാണ് ഈ ആക്രമിയെ കണ്ടെത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ IED ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കണ്ടെത്തി നവീദ് അക്രം എന്നാണ് ഈ ആക്രമിയുടെ പേര് എന്നും സ്ഥിരീകരിക്കപ്പെടുന്നുണ്ട്. സുരേഷ്, ശരി. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൻ ജോസാണ് വിശദാംശങ്ങൾ നൽകിയത്.